മത്സരങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കൊല്ലം എന്ന ദേശമംഗലം നാട്ടിൽ വാനോളം പേര് പുകഴ്ത്തിയ ഒരു ഫയൽവാൻ ഉണ്ടായിരുന്നു, മുഹമ്മദ് കുഞ്ഞ് എന്ന ഫയൽവാൻ. അദ്ദേഹം 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോട്ടൽ സ്ഥാപിച്ചു. ആ ഹോട്ടലിന്റെ പേരും ഫയൽവാൻ എന്ന് തന്നെയാണ്. എന്തായാലും ഈ ഹോട്ടലിനകത്തെ വിശേഷങ്ങൾ അദ്ദേഹത്തിന്റെ മകൻ ആഷിഖുമായി നമുക്ക് ചോദിച്ചറിയാം. ആഷിഖിക്ക, നമസ്കാരം. എന്തായാലും ഹോട്ടലിൽ 50 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പോൾ വാപ്പയുടെ ഒരു ഹോട്ടൽ ഇന്ന് നടത്തിക്കൊണ്ടുവന്ന ആഷിഖിക്കയാണ്. അപ്പോൾ ഈ ഹോട്ടലിന്റെ ആ ഒരു ചരിത്രം എങ്ങനെയായിരുന്നു വാപ്പ ഇത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം? വാപ്പ ഏതാണ്ട് ഒരു 60 കൊല്ലം മുമ്പാണ് ഇത് തുടങ്ങുന്നത്. അന്ന് ഇത്ര ഇതായിട്ടൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ചെറിയൊരു ഹോട്ടലായിട്ട് തുടങ്ങി, പിന്നെ വിപുലീകരിച്ച് ഇത്രത്തോളം ആയതാണ്. വാപ്പ മരിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 18 കൊല്ലം ആകുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 18 കൊല്ലമായിട്ട് ഞാനാണ് നടത്തുന്നത്. ഇവിടുത്തെ ചുവരുകളിൽ ഇന്നും ഫയൽമാന്മാരുടെ ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഏകദേശം 18ഓളം ഫയൽമാന്മാരുടെ ചിത്രങ്ങളാണുള്ളത്. ഇതിൽ ഇലക്ട്രിക് ഫയൽമാൻ മരീസിംഗ്, മധുര യാക്കൂബ്, അറുമുഖം, മലക്കരക്കുട്ടൻ, പോളച്ചിറ രാമചന്ദ്രൻ തുടങ്ങിയ പ്രശസ്തരായ ഫയൽമാന്മാരുടെ ചിത്രങ്ങളുമുണ്ട്. അപ്പോൾ ഇവരുടെ ഓർമ്മകൾ, ഇവരെ ആഷിഖിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ ആരെങ്കിലും? അല്ല, ഇതിൽ 1-2 പേരെയൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അത്ര തന്നെയാണ്. കൊല്ലത്ത് ഗുസ്തി ഹരമാക്കി മാറ്റിയത് ചിന്നക്കട ഷാഹുൽ ഹമീദ് ആശാന്റെ ശിഷ്യനായ ഹമീദിനെ മലർത്തി അടിച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് കുഞ്ഞ് ഇക്കയാണ്. അപ്പോൾ ഇക്കയുടെ മകൻ ആഷിഖാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കി നടത്തുന്നത്. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ടൈമിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെല്ലാം വിഭവങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്? ഞങ്ങളുടെ ഇറച്ചിയും മട്ടൻ കറിയും, ഞങ്ങളുടെ മട്ടൻ ബിരിയാണി. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ കറിയും അതുപോലെ തന്നെ മട്ടൻ ബിരിയാണിയുമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തേടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് പോവാം. ോളം പാചകക്കാരുണ്ട്. അപ്പോൾ അതിൽ ആരാണ് ഇന്ന് മട്ടൻ കറിയും മട്ടൻ ബിരിയാണിയും നമുക്ക് ഉണ്ടാക്കി തരുന്നത്? ഒന്ന് സുരേന്ദ്രൻ ചേട്ടൻ. നമസ്കാരം. സുരേന്ദ്രൻ ചേട്ടൻ എന്താണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇറച്ചി മീൻകറി എല്ലാം ഉണ്ടാക്കുന്ന സുരേന്ദ്രൻ ചേട്ടൻ? അപ്പം കറി മട്ടൻ കറിയും പുള്ളി തന്നെ. രണ്ടും മട്ടൻ ബിരിയാണിയും മട്ടൻ കറി. അപ്പോൾ ബിരിയാണി ആരാണ്? ബിരിയാണി 100. ഓക്കെ, 100 ബിരിയാണി. അപ്പം സുരേന്ദ്രൻ ചേട്ടാ, എന്താണ് നമ്മൾ മട്ടൻ കറിക്ക് വേണ്ടി ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക.